नड्डा जी के स्वागतम। जय जय नड्डा जी, जय जय बीजेपी। बोलो भारत माता के, बोलो भारत माता के। नड्डा जी के स्वागतम स्वागतम। नरेंद्र मोदी जी के स्वागतम। नड्डा जी के स्वागतम स्वागतम सुस्वागतम। नड्डा जी के स्वागतम। बोलो भारत माता के। नड्डा जी के, नड्डा जी के, नड्डा जी के। ആദരണീയനായ ശ്രീ നദ്ദാജിയെ ഹാരാർപ്പണം അണിയിക്കുന്നതിന് വേണ്ടി സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാർ അവർകളെ ക്ഷണിച്ചുകൊള്ളുന്നു. भारत माता की, भारत माता की। നദ്ദാജിയെ ഹാരാർപ്പണം അണിയിക്കാൻ ശ്രീ കൃഷ്ണകുമാർ അവർകളെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി ജില്ലാ പ്രസിഡന്റ് ശ്രീ KM ഹരിദാസ് അവർകളെ ക്ഷണിക്കുന്നു. അടുത്തതായി ശ്രീ PC ജോർജ് അവർകളെ ക്ഷണിക്കുന്നു. അടുത്തതായി ശ്രീ മേജർ രവി അവർകളെ ക്ഷണിക്കുന്നു. അടുത്തതായി അഡ്വക്കേറ്റ് കൃഷ്ണദാസ് അവർകളെ ക്ഷണിക്കുന്നു. നദ്ദാജിക്ക് വേണ്ടി പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിന് വേണ്ടിയിട്ട് ഹാരാർപ്പണം നടത്തുകയും ഉപഹാരം സമർപ്പിക്കുകയുമാണ്. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഉപഹാരം സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാർജിയെ ക്ഷണിച്ചു. ജില്ലാ പ്രസിഡന്റ് ശ്രീ KM ഹരിദാസ് അവർകളെയും ശ്രീ കൃഷ്ണകുമാർജിയെയും ക്ഷണിച്ചു. അടുത്തതായി ശ്രീ PC ജോർജ് അവർകളെ ആദരിക്കുന്നതിന് ഷാൾ അണിയിക്കുന്നതിന് ശ്രീ KM ഹരിദാസ് അവർകളെ ക്ഷണിക്കും. ശ്രീ മേജർ രവി അവർകളെ ഷാൾ അണിയിക്കുന്നതിന് ശ്രീ KM ഹരിദാസ് അവർകളെ ക്ഷണിക്കും. അടുത്തതായി നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ C കൃഷ്ണകുമാർ അവർകളെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളും. വേദിയിലുള്ള BJPയുടെ ബഹുമാന്യനായിട്ടുള്ള അഖിലേന്ത്യാ അധ്യക്ഷൻ പ്രിയങ്കരനായിട്ടുള്ള ശ്രീ JP നഡ്ഡാജി, ഭാരതീയ ജനതാ പാർട്ടിയുടെ ബഹുമാന്യനായിട്ടുള്ള നേതാവ് ശ്രീ PC ജോർജ് അവർകൾ, ഭാരതീയ ജനതാ പാർട്ടിയുടെ ബഹുമാന്യനായിട്ടുള്ള സംസ്ഥാന ഉപാധ്യക്ഷൻ പ്രിയപ്പെട്ട മേജർ രവിയേട്ടൻ, ഭാരതീയ ജനതാ പാർട്ടിയുടെ ബഹുമാന്യനായിട്ടുള്ള ജില്ലാ അധ്യക്ഷൻ ശ്രീ KM ഹരിദാസ്, BDJSൻ്റെ ബഹുമാന്യനായിട്ടുള്ള ജില്ലാ അധ്യക്ഷൻ ശ്രീ അഡ്വക്കേറ്റ് രഘു, BDJSൻ്റെ ബഹുമാന്യനായിട്ടുള്ള സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ അനുരാഗ്, ഭാരതീയ ജനതാ പാർട്ടിയുടെ ബഹുമാന്യനായിട്ടുള്ള സംസ്ഥാന ട്രഷററും പാലക്കാട് നഗരസഭയുടെ ബഹുമാന്യനായിട്ടുള്ള വൈസ് ചെയർമാനുമായിട്ടുള്ള അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ P വേണുഗോപാൽ, പാർട്ടിയുടെ ബഹുമാന്യരായിട്ടുള്ള നേതാക്കളെ, BDJSൻ്റെയും അതുപോലെ തന്നെ NDAയുടെയും എല്ലാം ബഹുമാന്യരായിട്ടുള്ള നേതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികളെ, നിങ്ങൾക്ക് നമസ്കാരം.
ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ രണ്ട് മുന്നണികൾ തമ്മിലാണ് മത്സരം. NDAയും ഇന്ത്യ സഖ്യവും തമ്മിലാണ് മത്സരം. പക്ഷേ വിചിത്രം, ഇന്ത്യ സഖ്യത്തിന് രണ്ട് സ്ഥാനാർത്ഥികളുണ്ട്. രണ്ട് പേരിലാണ് മത്സരിക്കുന്നതെന്ന് മാത്രം. LDFിൻ്റെയും UDFിൻ്റെയും പേരിൽ ഇന്ത്യ സഖ്യം പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നു. നമ്മുടെ പാലക്കാടിൽ നിന്നും ഒരു 28 കിലോമീറ്റർ പോയാൽ വാളയാറ് കഴിഞ്ഞാൽ ഈ LDFും UDFും ഒറ്റ മുന്നണി ഒരു പേരിൽ ഇന്ത്യ സഖ്യം എന്നുള്ള പേരിൽ തന്നെയാണ് വാളയാർ കഴിഞ്ഞാൽ മത്സരിക്കുന്നത്. അതിലും വലിയ തമാശ, ഇന്ത്യ സഖ്യത്തിൻ്റെ രണ്ട് സ്ഥാനാർത്ഥികളും പാലക്കാട് ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ആളുകളാണ്. പാലക്കാടിനെ പ്രതിനിധീകരിച്ച് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഒരു വികസനവും ചെയ്യാത്ത രണ്ടാളുകളാണ് പാലക്കാട്ടിലെ ജനങ്ങളെ വികസനത്തിൻ്റെ പേരിൽ വോട്ട് ചോദിച്ച് വീണ്ടും വന്നിരിക്കുന്നത്. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ എന്തെങ്കിലും വികസനമുണ്ടായിട്ടുണ്ടെങ്കിൽ നേരത്തെ പാർട്ടിയുടെ ബഹുമാന്യമായിട്ടുള്ള സംസ്ഥാന ട്രഷറർ ശ്രീ E. കൃഷ്ണദാസ് ഇവിടെ എണ്ണി പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ പാലക്കാട് ജില്ലയിൽ നരേന്ദ്രമോദി സർക്കാർ തന്ന വികസന പ്രവർത്തനങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. ഞാൻ അതിലേക്ക് പോകുന്നില്ല. പാലക്കാടിൻ്റെ നിരവധിയായിട്ടുള്ള വികസന പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം കാണേണ്ടതുണ്ട്. മോദി സർക്കാർ പാലക്കാടിനായിട്ട് നിരവധി പദ്ധതികളും വികസന പ്രവർത്തനങ്ങളും തന്നിട്ടും ആ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമകരമായിട്ടുള്ള പദ്ധതികളും പാലക്കാട്ടിലെ ഗ്രാമപ്രദേശങ്ങളിലും പാലക്കാട്ടുകാർക്കും എത്തിക്കാത്ത രണ്ട് മുന്നണികളെയും പരാജയപ്പെടുത്തേണ്ട, അവർക്കെതിരായിട്ട് വിധി എഴുതേണ്ട തിരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. അട്ടപ്പാടിയിൽ ഇപ്പോഴും നവജാത ശിശു മരണം തുടരുന്നു. അട്ടപ്പാടിക്ക് കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ച ആയുഷ് മന്ത്രാലയത്തിൻ്റെ ഹോസ്പിറ്റൽ ഇനിയും അട്ടപ്പാടിയിൽ ആരംഭിച്ചിട്ടില്ല. ജൽജീവൻ മിഷൻ്റെ കുടിവെള്ള പദ്ധതി പാലക്കാടിൻ്റെ ഗ്രാമപ്രദേശങ്ങളിൽ നടപ്പാക്കുന്നില്ല. ഇങ്ങനെ നിരവധിയായിട്ടുള്ള കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കാത്ത പാലക്കാട്ടിലെ ജനങ്ങളെ ശിക്ഷിക്കുന്ന രണ്ട് മുന്നണികൾക്കെതിരായിട്ടുള്ള വിധിയെഴുത്തായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മാറണം. ഈ തെരഞ്ഞെടുപ്പ് പാലക്കാട്ടുകാർ അത്തരത്തിലുള്ളൊരു വിധിയെഴുത്താക്കി മാറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ ബഹുമാന്യമായിട്ടുള്ള നേതാവ് ശ്രീ നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന എനിക്ക് താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ ചുട്ടുപൊള്ളുന്ന വെയിലിലും നമ്മൾ ആവേശത്തോടു കൂടി കാത്തിരിക്കുന്ന ശ്രീ നഡ്ഡാജിയെ നമ്മളെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഐ റെസ്പെക്ട്ഫുള്ളി ഇൻവൈറ്റ് ശ്രീ നഡ്ഡാജി ടു അഡ്രസ് ദ ഓഡിയൻസ്. बोलिए भारत माता की जय। भारत माता की जय। भारत माता की जय। Today on this occasion of the election rally, our State General Secretary, who is also the very dear candidate and very appealing candidate for the Lok Sabha, Shri C. Krishna Kumar ji, our State Treasurer, Shri E. Krishna Das ji, our District President of Palakkad, Shri K.M. Haridas ji, our very senior leader and my very dear friend, Shri P.C. George ji, our NDA partner, the BDGS State Vice President, Shri Anurag ji, Shri N. Sivarajan ji, Shri V. Ramakutti ji, Shri Pukatri Babu ji, Shri Rugumani Teacher ji, K. Sivdasan ji, A. Sukumaran Master ji, Parmeshwaran Master ji, A. R. Ajighosh ji, P. Venugopal ji,
and KV Jain Masterji, all the respected members sitting on the dais, and the huge crowd which I see here, ladies and gentlemen, and friends from the media, print media and electronic media. It indeed gives me an immense pleasure to be here in Palagat, where I see such an enthusiastic crowd which is full of vigor and vitality, and they are all set to support C. Krishna Kumar as the candidate of the Lok Sabha. I must thank all of you and must congratulate all of you for giving the support to the Bharatiya Janata Party candidate Sri Krishna Kumar ji. Here, I would also like to share with you that this is an election which is not only an election where you elect Sri C. Krishna Kumar. This is an election where you decide that India has to become a developed nation under the dynamic leadership of Prime Minister Modi. This is the issue of election. Here also, I would like to share with you that under the dynamic leadership of Prime Minister Modi, the country has seen a sea change of development. And for that, it becomes essential for the people of Kerala, the God's own country, the land of Adi Shankaracharya, the land full of vigor, vitality, the land which we consider as the land of conscience. You have to support the right type of party and the right type of leader for participating in the development process of India and making India a developed nation under the dynamic leadership of Prime Minister Modi. ഈ ഇലക്ഷൻ്റെ പടിവാതിൽക്കൽ നിൽക്കുന്ന സമയത്ത് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഏറ്റവും അനുയോജ്യനായിട്ടുള്ളൊരു സ്ഥാനാർത്ഥി, അതായത് നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ, ബഹുമാനിയായിട്ടുള്ള ജില്ലാ അധ്യക്ഷൻ KM ഹരിദാസ്, ശ്രീ PC ജോർജ്, BDJSൻ്റെ ശ്രീ AN അനുരാഗ്, മേജർ രവി, അതുപോലെ തന്നെ വേദിയിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തികൾ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എനിക്ക് പാലക്കാട് എത്തിയതിൽ അതിയായ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ എത്തിയിട്ടുള്ള ഓരോരുത്തർക്കും, സി കൃഷ്ണകുമാറിനെ പിന്താങ്ങുന്ന നിങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ള ഓരോരുത്തർക്കും എൻ്റെ നന്ദിയും അഭിവാദ്യങ്ങളും ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഈ ഇലക്ഷൻ എന്ന് പറയുന്നത് ഭാരതം ഒരു വികസിത രാജ്യമാവാനുള്ള ഒരു ഇലക്ഷനാണ് നടക്കുന്നത്. ഇത് പാലക്കാട് ഈ ഇലക്ഷൻ നടക്കുന്നു എന്ന് മാത്രമല്ല, രാജ്യത്ത് ഈ രാജ്യം ഒരു വികസിത രാജ്യമാവാനും നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വലിയ ഒരു മാറ്റം ഈ രാജ്യത്ത് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അത് ഈ പാലക്കാടും നടക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മളിവിടെ ഓരോരുത്തരും ഇവിടെ കൂടിയിരിക്കുന്നത്. കേരളം എന്ന് പറയുന്നത് ആദിശങ്കരൻ്റെ നാട് മാത്രമല്ല, ഇവിടെ ഈ സാംസ്കാരിക ഭൂമിയിൽ വലിയൊരു വികസനം നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. ആ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഓരോരുത്തരും നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. Friends, you have to select between the parties. On one hand, you find UDF and LDF. Both what they have done, both have propagated the politics of destruction. Both have propagated the politics of division, and both have supported the politics of violence and politics of blood. On the other hand, you find the leadership of Bharatiya Janata Party, which is a leadership where we are trying to see to it that God's own country, Kerala, should develop and come forward. Where we believe that under the leadership of Prime Minister Modi, India should become self-reliant, Atmanirbhar Bharat. And because of that, the policies
undertaken by Prime Minister Modi is for the development and for infrastructure. If I talk about infrastructure, I would like to share with you that within 1 year, this year itself, for roads, for highways, for Grameen Sadak, and for airways and for railways, 10 lakh crore rupees are being spent for the infrastructure, 10 lakh crore rupees in 1 year. The same way, in the past 9 years, 60% of national highways are being constructed. 74 airports have been constructed in last 9 years. And 3,80,000 kilometers of rural roads have been built. 3,80,000 roads. You will be happy to share, I will be happy to share with you, 10 years back, India was considered to be a fragile economy. India was considered to be an economy which did not have any stability. Today, under the leadership of Prime Minister Modi, India, which was on the 11th largest economy, has taken a long leap, and now India is the 5th largest economy of the world, 5th largest economy. Here I would also like to share and request you that you elect C. Krishna Kumar and make Prime Minister Modi the Prime Minister for the 3rd time, and India will become the 3rd largest economy in the world. That we have to understand. Friends, I am seeing that a lot of women are here in this public rally. For 30 years, we kept on asking for women reservation. Nari Shakti Vandan Vidhayak. For 30 years, for political reasons, the Nari Shakti Vandan Vidhayak was not passed. But under the dynamic leadership and the decisive leadership and the progressive leadership and the fast action taking spirit of Prime Minister Modi, decided, and within 3 days, Nari Shakti Vandan Vidhayak was passed, and 33% of reservation in state parliament and in central parliament has been passed. In the next Lok Sabha, 33% women will be getting the representation in the parliament, and in the next Vidhan Sabha election in Kerala, you will be having 33% reservation for the women. This has been done. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് 2 തരത്തിലുള്ള പാർട്ടികളെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഒരു ഭാഗത്ത് UDF-ഉം LDF-ഉം. UDF-ഉം LDF-ഉം കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് നാശം മാത്രമേ വിതച്ചിട്ടുള്ളൂ. ഈ സമൂഹത്തെ വിഘടിച്ച് നിർത്താൻ മാത്രമേ അവർ ശ്രമിച്ചിട്ടുള്ളൂ. അക്രമത്തിൻ്റെ പാത മാത്രമേ അവർ സ്വീകരിച്ചിട്ടുള്ളൂ. ജനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ളൊരു ഗുണവും ലഭിക്കുന്ന വിധത്തിൽ യാതൊരു പ്രവർത്തനവും നടത്തിയിട്ടില്ല. മറുവശത്ത് ബഹുമാന്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണത്തിൻ്റെ കീഴിൽ ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട് വലിയ ഒരു വികസന കുതിപ്പാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ ആത്മനിർഭർ ഭാരത് എന്ന് പറഞ്ഞ് സ്വയം പര്യാപ്തമായ ഒരു രാജ്യം എന്ന രീതിയിൽ നമ്മൾ വലിയ രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന നമ്മുടെ റോഡ്, റെയിൽവേ, പാലം, എയർവേസ്, വലിയ വികസനമാണ് ഈ രാജ്യത്ത് നടന്നിട്ടുള്ളത്. ഈ കഴിഞ്ഞ ഒരു വർഷത്തിൽ മാത്രം 10 ലക്ഷം കോടി രൂപയാണ് ഇത്തരത്തിലുള്ള അടിസ്ഥാന വികസനത്തിന് വേണ്ടി നീക്കിവെച്ചിട്ടുള്ളത്. 3 ലക്ഷം കിലോമീറ്ററിലധികം റോഡുകളാണ് ഈ രാജ്യത്ത് പണിതുകൊണ്ടിരിക്കുന്നത്. 10 വർഷം മുമ്പ് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക നില എന്ന് പറയുന്നത് വളരെയധികം മോശമായിരുന്നു. ലോകത്തെ റാങ്കിംഗ് നോക്കുന്ന സമയത്ത് നമ്മൾ 11ാം സ്ഥാനത്തായിരുന്നു നമ്മുടെ സാമ്പത്തിക രംഗത്ത്. എന്നാൽ ബഹുമാന്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ കീഴിൽ വെറും 10 വർഷം കൊണ്ട് ആ 11ാം സ്ഥാനത്ത് നിന്ന് നമ്മൾ 5ാം സ്ഥാനത്തേക്ക് എത്തി നിൽക്കുന്നു.
ഇത് മാത്രമല്ല, പാലക്കാടിൽ നിന്ന് സി കൃഷ്ണകുമാറിനെ വിജയിപ്പിക്കുകയാണെങ്കിൽ, നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരുകയാണെങ്കിൽ, അത് അടുത്ത 5 വർഷത്തിൽ 3-ാം സ്ഥാനത്ത്, ലോകത്തെ ഏറ്റവും വലിയ 3-ാമത്തെ സാമ്പത്തിക ശക്തിയായി ഈ ഭാരതത്തെ മാറ്റാൻ സാധിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു. അതുമാത്രമല്ല, ധാരാളം സ്ത്രീകൾ ഈ റാലിയിൽ പങ്കെടുക്കുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 30 വർഷം പാസ്സാകാതെ ഇരുന്ന ഒരു നിയമമുണ്ട്, നാരി ശക്തി വന്ദൻ നിയമം എന്ന് പറഞ്ഞ ആ നിയമം. 30 വർഷം ആ പാർലമെന്റിൽ പാസ്സാകാതെ കിടന്ന നിയമം ബഹുമാന്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി 3 ദിവസത്തിനുള്ളിൽ ആ നിയമം പാസ്സാക്കി. ഇനി അടുത്ത തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ വനിതകൾക്ക് 33% സംവരണം ഉണ്ടായിരിക്കും. അതുമാത്രമല്ല, അടുത്ത നിയമസഭാ ഇലക്ഷനിൽ കേരളത്തിൽ 33% വനിതകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ നിയമസഭയിലും അത് സംവരണം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിയമം കൊണ്ട് ഈ രാജ്യത്തെ വനിതകൾക്കുണ്ടാവാൻ പോകുന്ന വലിയ ഒരു മാറ്റം എന്ന് പറയുന്നത്. In 10 years of the leadership of Prime Minister Modi, the marginal section of the society has been empowered. The women have been empowered. The youth have been empowered. The Kisan, the farmers have been empowered. The tribals have been empowered. The Dalits have been empowered. And when I say so, I would like to share with you that Pradhan Mantri Garib Kalyan Ann Yojana, it's a scheme where 80 crore people every month are getting 5 kilo wheat or 5 kilo rice and 1 kilo dal. 80 crore people. And out of 80 crore people, 1,54 lakh people are from Kerala who are getting 5 kilo wheat, 5 kilo rice and 1 kilo pulse. And I would like to share with you that 8.5 lakh people of Palakkad also are getting 5 kilo wheat, 1 kilo rice and 5 kilo rice and 1 kilo pulses, that is dal. Here, what difference it has made? Because of this, 25 crore people who were living below the poverty line, now they have come up above poverty line. They have come above poverty line, that we have to understand. And the extreme poverty has been reduced in India less than 1%. And this is not me who is saying. It is the International Monetary Fund which is saying. IMF is saying that the extreme poverty has been reduced by less than 1%. If I talk about Awas Yojana, about the housing, when I became an MLA in 1993, we were allotted 2 Indira Awas Yojana per year, 2 for a panchayat per year, Mr. Krishnadas ji. And now 4 crore houses have been constructed under the dynamic leadership of Prime Minister Modi. 4 crore houses have been constructed. And in Kerala, 2 lakh houses have been constructed. The same way, gas connection. 3.5 lakh gas connection has been given in Kerala. And 10 crore gas connections have been given countrywide. The same way, Ayushman Bharat, health coverage of 5 lakh rupees to 11 crore families. And here 22 lakh families in Ayushman Bharat are getting services. Pradhan Mantri Kisan Samman Nidhi. The farmers, you will be happy to note that 11.78 crores are getting 2,000 rupees every 4th month. And the same way, 34,000 rupees have been sent to each Kisan of 11 crores, to the tune of 11 crores 78 lakhs. And in Kerala, the number is 20 lakh 33,000. And in Palakkad, it is 1 lakh 10,000 people are getting Kisan Samman Nidhi, that we have to understand. കഴിഞ്ഞ 10 വർഷത്തിൽ നമ്മുടെ ഏറ്റവും
സമൂഹത്തിലെ പാവപ്പെട്ടവർക്ക് കൊടുത്തിട്ടുള്ള പദ്ധതികൾ നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ രാജ്യത്ത് എത്രമാത്രം വലിയ മാറ്റമാണ് വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ നമുക്ക് സാധിക്കും. അടിസ്ഥാന വർഗത്തിന് കൊടുത്തിട്ടുള്ള വിവിധ പദ്ധതികൾ, അത് സ്ത്രീകളാവട്ടെ, യുവാക്കൾക്കാവട്ടെ, നമ്മുടെ കർഷകർക്കാവട്ടെ, ദളിതർക്കാവട്ടെ, നമ്മുടെ പട്ടികവർഗക്കാർക്കാവട്ടെ, പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജനയിൽ മാത്രം ഈ രാജ്യത്തെ 80 കോടി ജനങ്ങൾക്ക് 5 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ഓരോ മാസവും കൊടുത്തു വരുന്നു. 80 കോടി ജനങ്ങൾക്ക്. അതിൽ കേരളത്തിൽ മാത്രം 1,54,00,000 പേർക്കാണ് ഈ ഒരു പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ മാത്രം 8 ലക്ഷം ആളുകൾക്ക് ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ദാരിദ്ര്യരേഖയ്ക്ക് താഴെ 25 കോടി ആളുകളെയാണ് ഈ സർക്കാർ അവരെ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിൽ വിവിധ പദ്ധതികളിലൂടെ മുകളിലേക്ക് ആക്കിയിരിക്കുന്നത്. ഇപ്പോൾ അതിദാരിദ്ര്യരായി ഈ രാജ്യത്ത് 1% താഴെ മാത്രമേ ആളുകളുള്ളൂ എന്നാണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്ന സംഘടന പറയുന്നത്. IMF പറയുന്നത് ഈ രാജ്യത്ത് 1% താഴെ മാത്രമേ അതിദാരിദ്ര്യരായിട്ടുള്ള ആളുകളുള്ളൂ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു പദ്ധതിയുടെ സംഗതി ഞാൻ നിങ്ങളോട് പറയാം. ഇന്ദിരാ ആവാസ് യോജന എന്ന പദ്ധതി ഉണ്ടായിരുന്നു, വീട് വെക്കുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. നരേന്ദ്രമോദി സർക്കാർ വരുന്നതിന് മുമ്പ് ഒരു പഞ്ചായത്തിന് 2 വീടുകളാണ് നൽകിയിരുന്നത്. ഇന്ദിരാ ആവാസ് യോജന പ്രകാരം 2 വീടുകളാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറയുന്ന നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കിയിട്ടുള്ള ആ പദ്ധതി പ്രകാരം ഈ 10 വർഷത്തിൽ 4 കോടി ആളുകൾക്കാണ് വീട് ലഭിച്ചിട്ടുള്ളത്. വെറും 10 വർഷം കൊണ്ട് 4 കോടി ആളുകൾക്ക്. സൗജന്യ ഗ്യാസ് പദ്ധതി, കേരളത്തിൽ മാത്രം 3 കോടിയിലധികം ആളുകൾക്ക് സൗജന്യ ഗ്യാസ് ലഭിച്ചിരിക്കുന്നു. ആയുഷ്മാൻ ഭാരത് എന്ന പദ്ധതി പ്രകാരം, ചികിത്സാ പദ്ധതി പ്രകാരം കേരളത്തിൽ മാത്രം 22 ലക്ഷം ആളുകൾക്കാണ് ആ പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിച്ചിരിക്കുന്നത്. കർഷകർക്ക് വേണ്ടിയിട്ടുള്ള കിസാൻ സമ്മാൻ പദ്ധതി 11 കോടി ജനങ്ങൾക്കാണ് ഈ രാജ്യത്ത് ആ ആനുകൂല്യം ലഭിക്കുന്നത്. 3 ഇൻസ്റ്റാൾമെൻ്റായി 3 തവണകളായി 2000 രൂപ എന്ന് പറയുന്ന ആ കിസാൻ സമ്മാൻ പദ്ധതി പ്രകാരം കേരളത്തിൽ മാത്രം 23 ലക്ഷം കർഷകർക്കാണ് ആ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ മാത്രം 1,10,00,000 ആളുകൾക്കാണ് ആ പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കുന്നത്. Friends, I would like to share with you the development which has taken place. I can talk about highways, I can talk about railways, the tax devolution is 3 times more in Kerala now. And now the Mumbai-Kanyakumari corridor. Now Palaghat is going to be directly linked to Kasargod, Thalissari, Kannur, Kozhikode, Ernakulam, Kochi, Alappuzha, Kollam and Thiruvananthapuram. You will be directly connected. The Palaghat will be in the mainstream. That we have to understand. The same way, the Indian Institute of Technology, IIT, the Palaghat, the foundation stone has been laid down, and the Palaghat, Malappuram and Kozhikode Greenfield Highway is being constructed, and it will be 120 kilometers. So you will be directly connected, and I am happy to share with you about the mega food park which is coming up in Palaghat that we have to understand. Also, I would like to share with you that if we talk about the development, we have to also understand how UDF and LDF is destroying the basic spirit of Kerala, the God's own country. Both parties, LDF and UDF, they are the 2 sides of the same coin. Both are corrupt parties. Both are anti-development parties. Both are divisive parties. And both are involved in deep corruption.
When there was a government of Congress party, there was corruption, lot of corruption took place, scandals took place, and when we have LDF government, then there is also corruption. We know about the Cochin Mineral Rutilite Limited, where the corruption took place of 1,72 lakhs. The cooperative bank scams also, the Kandala Service Cooperative Bank to the tune of 100 crores. We understand about the corruption of gold scam, in which Chief Minister's close aide was involved, and it was under the scanner. And also we understand that CPI and Indian National Congress both are also the part of the Indi alliance. So what they do, when they are in Delhi, they are in an alliance, and when they are here in Kerala, then they are fighting with each other. Delhi में दोस्ती और केरला में नूरा कुश्ती, ये इनका हाल है. This is the situation. D. Raja's wife is fighting against Rahul Gandhi in Wayanad, and in Delhi, D. Raja is sitting next to Sonia Gandhi on the one hand and Sitaram Yechury on the other hand. This is the politics which they are doing. Delhi में दोस्ती और यहाँ नूरा कुश्ती. And it is an Indi alliance. Indi alliance is an alliance of saving the corrupt parties and the corrupt leaders together. This is their alliance, nothing more than this. And it is also saving the dynastic parties. All are dynastic parties. All are taking care of the family, and both are corrupt parties. When I am here, I would like to say, CM Pinarayi Vijayan's close aide is on bail. On the other hand, Rahul Gandhi is also on bail. Sonia Gandhi is also on bail. P. Chidambaram is also on bail. Kartik Chidambaram is also on bail. Sanjay Singh of Aam Aadmi Party is also on bail. All of them are on bail. The DMK ministers are on bail. The TMC ministers are on bail. And you will understand, Arvind Kejriwal, another India alliance, is in jail. Manish Sisodia, Deputy Chief Minister, is in jail. K. Kavita is in jail. Satinder Jain is in jail. Azam Khan is in jail. TMC leaders are in jail. So this India alliance is nothing. Half of them are on bail and half of them are in jail. This is their situation and this is how they are working. We have to understand. But under the dynamic leadership of Prime Minister Modi, we have tried to see that Kerala develops. You see, for 20, 30 years, you could not see a national highway. And now national highway is being constructed and it is working on the war footing. The state government of Congress party at that time and now the LDF, they could not give us land. Because of that, the project was delayed. But now the national highway is also being constructed. Development is taking place. And I want your support. I am here to request all of you that please send C. Krishna Kumar to Delhi and participate in the national movement where under the dynamic leadership of Prime Minister Modi, we will be making the NDA government third time and India will take a long leap. That is what I have to share with you. This is what I have to say. Thank you very much for giving me a very patient hearing. നമ്മുടെ നാട്ടിലെ ഹൈവേകളെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. വലിയ വികസനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് ഒരു ഹബ്ബായിട്ട് മാറാൻ പോകുന്നു. ഇവിടുന്ന് മുംബൈയിലേക്കും കന്യാകുമാരിയിലേക്കും അതുപോലെ പാലക്കാട് നിന്ന് കോഴിക്കോട്, കാസർഗോഡ്, ആലപ്പുഴ, തിരുവനന്തപുരം എല്ലാവിടേക്കും വലിയ രീതിയിലുള്ള ഹൈവേകൾ പണിതുകൊണ്ടിരിക്കുന്നത്. പാലക്കാടിലെ IIT നമുക്ക് നരേന്ദ്രമോദിജി തന്നിട്ടുള്ള സംഗതിയാണ്. ഇവിടുത്തെ ഗ്രീൻഫീൽഡ് ഹൈവേ നിർമ്മാണം 120 കിലോമീറ്റർ ദൂരത്തുള്ള ഗ്രീൻഫീൽഡ് ഹൈവേ നിർമ്മാണം പാലക്കാടിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുന്നതാണ്. ഫുഡ് പാർക്ക് പാലക്കാടിന് ഏറ്റവും വലിയൊരു സംഗതിയാണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ള ഫുഡ് പാർക്ക്.
നമുക്കറിയാം, ഇത്തരത്തിലുള്ള വികസനം നടക്കുന്ന സമയത്ത് ഇവിടുത്തെ വലതുപക്ഷവും ഇടതുപക്ഷവും ഐക്യജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കേരളത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് രണ്ടും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. ഇത് രണ്ടിലും നമുക്ക് അഴിമതി കാണാൻ സാധിക്കും. വികസന വിരോധികളാണ് ഇത് രണ്ടും. നമുക്കറിയാം, ഇപ്പോ CMRLന്റെ അഴിമതിയെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ഒട്ടനവധി അഴിമതി ആരോപണങ്ങളാണ് കേരളത്തിൽ കേട്ടുകൊണ്ടിരുന്നത്. CMRLന്റെ അഴിമതി മാസപ്പടി കേസിനെ സംബന്ധിച്ച് നമ്മൾ കേട്ടുകേൾവിയുണ്ട്. നമുക്കത് പൊതുജന മധ്യത്തിൽ ആ സംഗതി പുറത്തു വന്നിട്ടുള്ളതാണ്. 1,72,00,000 രൂപയുടെ മാസപ്പടി വലിയ രീതിയിൽ പുറത്തു വന്നിട്ടുള്ളതാണ്. അതേപോലെ തന്നെ സഹകരണ ബാങ്കുകളിൽ കണ്ടല സഹകരണ ബാങ്ക്, കരുവന്നൂർ, അതേപോലെ തന്നെ സ്വർണ്ണക്കടത്തിനെ സംബന്ധിച്ച് നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ സ്വന്തം ആൾ ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുന്നു. CPM-ഉം കോൺഗ്രസും അവർ ഇന്ത്യ അലയൻസ് എന്ന് പറഞ്ഞിട്ടുള്ളവർ കൊണ്ടുവന്നിട്ടുള്ള ഈ മുന്നണി കേരളത്തിൽ അവർ നാടകം കളിക്കുമ്പോൾ കേന്ദ്രത്തിൽ ഡൽഹിയിൽ അവർ വലിയ ഒരു ചങ്ങാത്തത്തിലാണ് അവർ പോകുന്നത്. നമുക്ക് കാണാൻ സാധിക്കും, സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും തൊട്ടടുത്ത് രാജയും സീതാറാം യെച്ചൂരിയും ഒക്കെ അടുത്തിരിക്കുന്ന സമയത്ത് വയനാടിൽ ഇവരിവിടെ വലിയ നാടകം കളിക്കുന്നു. യാതൊരു വിധത്തിലുള്ള നിലപാടുകളും ഇല്ലാത്ത പാർട്ടികളായിട്ട് UDF-ഉം LDF-ഉം മാറിയിരിക്കുന്നു. ഈ രണ്ട് മുന്നണികളും ഈ അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. കുടുംബാധിപത്യ പാർട്ടികളാണ് ഇത് രണ്ടും. കുടുംബത്തിലെ ആളുകൾക്ക് മാത്രം സീറ്റ് നൽകുന്ന ഒരു പാർട്ടിയായിട്ട് ഇവർ രണ്ടു കൂട്ടരും മാറിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആള് ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുന്നു. നമുക്കറിയാം, ജാമ്യത്തിൽ നിൽക്കുന്ന നേതാക്കന്മാരുടെ വലിയ ഒരു നീണ്ട നിര തന്നെയുണ്ട്. സോണിയാഗാന്ധി ജാമ്യത്തിലാണ്, രാഹുൽ ഗാന്ധി ജാമ്യത്തിലാണ്, ചിദംബരം ജാമ്യത്തിലാണ്, കാർത്തിക് ചിദംബരം ജാമ്യത്തിലാണ്, DMK-യുടെ നേതാക്കന്മാർ, TMC-യുടെ മന്ത്രിമാർ, ഇവരെല്ലാവരും ജാമ്യത്തിലാണ്. ഡൽഹിയിൽ ഒരു മുഖ്യമന്ത്രി കേജ്രിവാൾ ജയിലിലാണ്, സിസോഡിയ എന്ന മന്ത്രി ജയിലിലാണ്, സത്യേന്ദ്ര ജെയിൻ, അസ്ലം ഖാൻ, ഇവരെല്ലാവരും ജയിലിലാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ഇന്ത്യ മുന്നണിയുടെ പകുതി നേതാക്കന്മാർ ജാമ്യത്തിലും പകുതി നേതാക്കന്മാർ ജയിലിലുമാണ് എന്നുള്ള വസ്തുത നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവർത്തനത്തിൽ കേരളം വലിയ രീതിയിൽ മുന്നോട്ട് പോയിരിക്കുന്നു. 20-30 വർഷം മുമ്പ് ഇവിടെ വലിയ രീതിയിൽ ഹൈവേയുടെ ഒരു അഭാവം ഉണ്ടായിരുന്നു. എന്നാൽ നരേന്ദ്രമോദി വന്ന ശേഷം ഒരു യുദ്ധകാല അടിസ്ഥാനത്തിലാണ് വികസനം കേരളത്തിൽ നടക്കുന്നത്. വലിയ രീതിയിൽ NH-കൾ ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം ഞാൻ എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും, C. കൃഷ്ണകുമാറിനെ ഡൽഹിയിലേക്ക് അയക്കുകയാണെങ്കിൽ ഇതിനെക്കാട്ടും വലിയ വികസനം പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടാവുമെന്ന് 100% ഉറപ്പ് തരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പാലക്കാട് വലിയ വികസനം വരും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. So once again, thank you very much for giving me a patient hearing, and please support C. Krishna Kumar ji for the Lok Sabha candidate from this constituency. I am confident that you will support him and make election win so that he participates in the national movement. Thank you very much. വളരെ ക്ഷമയോട് കൂടി കേട്ട എന്നെ നിങ്ങൾക്ക് ഓരോരുത്തരോടും ഞാൻ നന്ദി പറയുന്നു. C. കൃഷ്ണകുമാറിനെ വിജയിപ്പിക്കണമെന്ന് ഞാൻ ഓരോരുത്തരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു നഡ്ഡ. ഭാരത് മാതാ കി, ഭാരത് മാതാ കി, ഭാരത് മാതാ കി. താങ്ക് യു നഡ്ഡാജി. നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ശ്രീ ശങ്കരൻകുട്ടിയെ ക്ഷണിക്കുന്നു. ഈ പരിപാടിയിൽ സംബന്ധിച്ച പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനായ ശ്രീ നദ്ദാജി അടക്കം മുഴുവൻ ആളുകൾക്കും നന്ദി രേഖപ്പെടുന്നു.